നിങ്ങളുടെ സ്റ്റാർട്ടപ്പ് സ്കെയിൽ ചെയ്യാൻ ഇത്രയും ബുദ്ധിമുട്ടാവുന്നതിൻ്റെ റീസൺ എന്താണെന്നറിയോ? അത് നിങ്ങളുടെ ടീമാണ്. നിങ്ങൾക്ക് നല്ലൊരു ടീം ഇല്ലാത്തത് കൊണ്ടായിരിക്കും മോസ്റ്റ് പ്രോബബ്ലി നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റാർട്ടപ്പ് സ്കെയിൽ ചെയ്യാൻ പറ്റാത്തത്, അല്ലെങ്കിൽ നിങ്ങൾ ഈ ചലഞ്ചസ് ഒക്കെ അനുഭവിക്കുന്നത്. എന്നാൽ നിങ്ങൾക്ക് റൈറ്റ് ടീം ഇല്ലാത്തതിന് 3 റീസൺസ് ഉണ്ട്. ഫസ്റ്റ് തിങ്, നിങ്ങൾ അവരെ ഹയർ ചെയ്യുമ്പോൾ നിങ്ങൾ എന്തായിരിക്കും, അവരുടെ സ്കിൽസ് മാത്രമായിരിക്കും നോക്കുന്നുണ്ടാവുക, അവരുടെ മൈൻഡ് സെറ്റ് നോക്കുന്നുണ്ടാവില്ല. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് പെർഫോമൻസ് മാർക്കറ്റിംഗ് റൺ ചെയ്യാൻ വേണ്ടി വേണമെങ്കിൽ ഒരു ഡിജിറ്റൽ മാർക്കറ്റർ നിങ്ങളെ ഹയർ ചെയ്യും. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യില്ല, അവരുടെ സ്കില്ല് മാത്രമേ നോക്കുന്നുള്ളൂ, അവരുടെ മെന്റാലിറ്റി നോക്കുന്നുണ്ടാവില്ല. അപ്പോൾ സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നത് ശരി ഒരു കെയോസിന്റെ ഇടയിലുള്ള ഒരു റേസാണ്. അതിന് ഏറ്റവും ഹയസ്റ്റ് പേസിൽ പോകണം, നമ്മൾ എന്ത് ഹേർഡിൽസ് വന്നു കഴിഞ്ഞാലും ചാടിക്കിടക്കണം. അപ്പോൾ അവിടെ സ്കില്ലിനേക്കാളും കൂടുതൽ റെലവെന്റ് എപ്പോഴും മൈൻഡ് സെറ്റ് ആണ്. അപ്പം ഹയർ ഫോർ മൈൻഡ് സെറ്റ്സ്, അതാണ് ഫസ്റ്റ് തിങ്. അത് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് അത് ചാലഞ്ചിങ് ആവും. രണ്ടാമതൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ കമ്പനിയിൽ മേ ബി അവർ വരുന്നത് നമ്മുടെ കമ്പനിയുടെ ഫ്യൂച്ചർ കണ്ടിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഫൗണ്ടേഴ്സിന്റെ വിഷൻ കണ്ടിട്ടായിരിക്കാം. പക്ഷെ ഒരാൾക്കും കമ്പനി നിൽക്കാൻ അതിന്റെ റീസൺ എന്ന് പറയുന്നത് അതിന്റെ വിഷനല്ല, അത് മിഷനാണ്. മിഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ എന്തിനാണ് അത് ചെയ്യുന്നത്, ആ വഴി എന്താണെന്നുള്ളത് നമുക്ക് അവർക്ക് കൺവേ ചെയ്ത് കൊടുക്കാൻ പറ്റണം. ആ വഴി അറിയില്ല എന്നുണ്ടെങ്കിൽ അവർ നമ്മുടെ കൂടെ കോബിൽഡേഴ്സ് ആവില്ല, അവർ ജസ്റ്റ് എംപ്ലോയീസ് ആയിരിക്കും. നമുക്ക് വേണ്ടത് എംപ്ലോയീസിനെ അല്ല, ഇനീഷ്യലി നമുക്ക് വേണ്ടത് കോബിൽഡേഴ്സിനെയാണ്. ആൻഡ് ദ തേർഡ് തിങ് ഈസ് അവോയ്ഡിങ് ദി ടഫസ്റ്റ് കോൺവെർസേഷൻസ്. ഞാൻ എപ്പോഴും പറയുന്ന കാര്യം, ഈ സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സിന് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അവർക്ക് ടഫ് കോൺവെർസേഷൻസ് നടത്താൻ കഴിയില്ല. അതായത് നമ്മളൊരു എംപ്ലോയിനെ ഹയർ ചെയ്ത്, അല്ലെങ്കിൽ ഒരു ടീം മെമ്പർ ഏർലി സ്റ്റേജിൽ ഹയർ ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ പെർഫോമൻസ് മോശമാണെന്നുണ്ടെങ്കിൽ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ മടിയായിരിക്കും, അല്ലെങ്കിൽ അവരും കമ്പനിയും തമ്മിൽ സിങ്ക് ആവുന്നില്ല, അവർ കമ്പനിയിൽ നെഗറ്റീവായിട്ടുള്ള ഒരു കൾച്ചറാണ് സ്പ്രെഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവരെ ഫയർ ചെയ്യാൻ മടിയായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള ടഫ് കോൺവെർസേഷൻസ്, മേ ബി സാലറി റിലേറ്റഡ് ആയിട്ടുള്ള കോൺവെർസേഷൻസ്, അപ്പോൾ ഇതുപോലത്തെ ടഫ് കോൺവെർസേഷൻസ് ഒക്കെ അവോയ്ഡ് ചെയ്യുന്നത് ഫൗണ്ടേഴ്സ് ചെയ്യുന്ന വളരെ വലിയൊരു മിസ്റ്റേക്കാണ്. അതാണ് മൂന്നാമത്തെ കാര്യം. ഈ 3 കാരണങ്ങൾ കൊണ്ടാണ് മോസ്റ്റ് പ്രോബബിലി നിങ്ങൾക്ക് നല്ലൊരു ടീം ഇല്ലാത്തത്, നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റാർട്ടപ്പ് സ്കെയിൽ ചെയ്യാൻ പറ്റാത്തത്.